പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഇന്നത്തെ ആത്മീക ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരുവനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അത് ശുശ്രൂഷകന്മാരുടെ ഇടയിൽ തുടങ്ങി വിശ്വാസികളുടെ ഇടയിലായിക്കൊള്ളട്ടെ, അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, കഴിയുമെങ്കിൽ അവരെ വലിച്ചു താഴെ ഇടാനും കൂടെ ശ്രമിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് ദയനീയമായ ഒരു സത്യമാണ്. ഒരുവനിൽ ഒരു വീഴ്ച കണ്ടാൽ, ഒരു കുറവ് കണ്ടാൽ അവനെ കൈപിടിച്ച് കയറ്റുന്നതിന് പകരം അത് ആഘോഷിച്ച് അത് അറിയാത്തവരുടെ അടുക്കൽ കൂടെ അതിനെ എത്തിച്ച് കഴിയുമെങ്കിൽ അതിനൊരു വരുമാന മാർഗം കൂടെ ആക്കുന്ന ആത്മീകർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടം നമ്മുടെ കൂടെ ഉണ്ട് എന്നത് ലജ്ജാവഹമായ ഒരു സംഗതിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മെക്കാൾ അവർ വലുതാകുമെന്നുള്ള അസൂയ കൊണ്ട് മാത്രമല്ല, അവരെക്കാൾ നന്നായി എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. അവനേക്കാൾ നന്നായി പ്രസംഗിക്കാൻ എനിക്ക് കഴിയും, നന്നായി പാടാൻ കഴിയും, നന്നായി പ്രാർത്ഥിക്കാൻ കഴിയും. അത് ശരിയാകാം, പക്ഷേ അതൊരിക്കലും ഒരു ദൈവിക സ്വഭാവത്തിന്റെ ലക്ഷണമല്ല. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ദൈവത്താൽ പ്രയോജനപ്പെട്ട എല്ലാ അഭിഷിക്തന്മാരും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിച്ചവരും അത് ചെയ്തവരുമായിരുന്നു. ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 7-8 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ 300 പേരെ കൊണ്ട് ഗിദയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിദ്യാന്യ സൈന്യത്തെ മുഴുവനും ഓടിക്കുകയാണ്. എന്നാൽ ആ 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ ആ യുദ്ധം ജയിച്ചു എന്ന് ഗിദയോന് മനസ്സിലാകുമ്പോൾ അവൻ എഫ്രൈമ്യരെ കൂടെ ആ യുദ്ധത്തിന് വിളിക്കുകയാണ്. അങ്ങനെ എഫ്രൈമ്യർ വന്നു. മിദ്യാന്യ പ്രഭുക്കന്മാരിൽ നിന്ന് ഓരേബിനെയും സേബിനെയും അവർ പിടിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചാൽ ആ യുദ്ധത്തിന്റെ ആരംഭം മുതൽ അവരെ ക്ഷണിക്കാത്തത് കൊണ്ട് എഫ്രൈമ്യർക്ക് ഭയങ്കരമായ ദേഷ്യം ഗിദയോനോടുണ്ടായി. അവർ നേരിട്ട് ആ നീരസം ഗിദയോനോട് പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ഗിദയോൻ അവർക്ക് നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഗിദയോൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് ഒന്നും തന്നെയല്ല. വിദ്യാന പ്രഭുക്കന്മാരായ ഓരേബിനെയും സേബിനെയും ദൈവം ഏൽപ്പിച്ചത് നിങ്ങളുടെ കയ്യിലല്ലേ, പിന്നെ ഞാൻ ചെയ്ത യുദ്ധമൊക്കെ എന്താണ്? അത് ചെറിയ യുദ്ധമാണ്. ബൈബിൾ പറയുന്നു, ഈ മറുപടി ഗിദയോൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഫ്രൈമ്യർക്ക് ഗിദയോനോടുണ്ടായിരുന്ന ദേഷ്യം പൂർണ്ണമായി മാറി. പക്ഷെ വാസ്തവത്തിൽ ആ യുദ്ധം ചെയ്തതും യുദ്ധം ജയിച്ചതും ഗിദയോനായിരുന്നു. പക്ഷെ ആ പ്രശംസ പൂർണ്ണമായും എഫ്രൈമ്യർക്ക് വിട്ടുകൊടുക്കാൻ ഗിദയോന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഗിദയോന് അതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു ദൈവിക സ്വഭാവമാണെന്ന് ഗിദയോന് നന്നായി അറിയാമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നാലും യേശു പറഞ്ഞതും ചെയ്തതും അത് തന്നെയായിരുന്നു. അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെക്കാൾ വലിയത് ചെയ്യും. തിരുവെഴുത്തുകൾ പറയുന്നു, നാം ശാപമാകാതിരിക്കേണ്ടതിന് നമ്മുടെ ശാപത്തെ അവൻ കാൽവരിയിൽ ചുമന്നു, അവന്റെ അനുഗ്രഹത്തെ നമ്മുടെ മേൽ കൈമാറി. നമ്മുടെ പാപത്തെ അവൻ ചുമലിൽ വഹിച്ചു, അവന്റെ നീതിയെ അവൻ നമ്മുടെ മേൽ കൈമാറി. നാം മരിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ മരണത്തെ അവൻ ഏറ്റെടുത്തു, അവനിൽ വ്യാപരിച്ച നിത്യജീവനെ അവൻ നമ്മുടെ മേൽ കൈമാറി. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു പോലും മറ്റൊരുവനെ അംഗീകരിക്കാനും മറ്റൊരുവനെ ശ്രേഷ്ഠനം കണ്ടുവാനും മനസ്സ് കാണിച്ചുവെങ്കിൽ ഈ തലമുറയിൽ നമ്മൾ എത്ര അധികം. ബൈബിൾ പറയുന്നു, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ആ യേശുവിനെ കണ്ടുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, മറ്റൊരുവനെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഒരുപക്ഷെ അവർക്ക് നിങ്ങളെക്കാൾ കഴിവ് കുറവായിരിക്കാം. അവരെക്കാൾ നന്നായി പാടുവാനോ പ്രാർത്ഥിക്കുവാനോ പ്രസംഗിക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയുമായിരിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവം അവരെ അംഗീകരിക്കുന്നു. നല്ല ഉപദേശത്തോടുകൂടെയുള്ള എല്ലാ വിമർശനങ്ങളെയും അംഗീകരിക്കണം. പക്ഷെ നമ്മുടെ വിമർശനങ്ങൾ മറ്റൊരുവന്റെ ശുശ്രൂഷയ്ക്ക് ദോഷം വരുത്തുന്നുവെങ്കിൽ, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിന് ദോഷം വരുത്തുന്നുവെങ്കിൽ അതൊരിക്കലും ദൈവികമല്ല, അത് പൈശാചികമാണ് എന്ന് തിരിച്ചറിഞ്ഞേ മതിയാകും. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും അസൂയ മനോഭാവങ്ങളും നമുക്ക് മാറ്റിവെക്കാം. മറിച്ച് ദൈവം ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം അവൻ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ അവനെ അംഗീകരിക്കാം. കഴിയുമെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാം. കുറവുള്ളവനെ കൈപിടിച്ച് പിന്നെയും തിരിച്ചു കയറ്റാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ലോകം നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ പോകുന്നു. God bless you.